ഹായ് ഗൈസ്, കുഞ്ഞൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഴിമന്തി കഴിക്കാനായിട്ട് ചാടിയതാണ്. അങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി നമ്മളൊരു കറക്കം കറങ്ങി, എല്ലായിടത്തും കറങ്ങി. നല്ല കുഴിമന്തി കിട്ടുന്ന കട തിരക്കി. അപ്പം ദാ കിടക്കുന്ന അത്താണി ഒരു കട. അവിടെ ചെന്നപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് വിചാരിച്ചു, സത്യം പറയാൻ ഞാൻ വിചാരിച്ചതാണ് ഫ്രണ്ടിൽ നാരങ്ങയുള്ള കടകളിലായിരിക്കുമെന്ന്. ഒന്നുമല്ല, അൽ റൈൻ മന്തിക്കടയാണ്. പൊളി സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. അവിടെ ചെന്ന് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഒരു ഇടം നോക്കി. ആ ഇടം കിട്ടി. അവിടെ വണ്ടി കയറ്റി വെച്ച് അതാ നിൽക്കുന്നത് നമ്മുടെ കുഞ്ഞപ്പൻ. പോസ്റ്റായിട്ട് ഇരിക്കുക കേട്ടോ, പാവം. വിശന്ന് 1 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പോസ്റ്റായിട്ട് ടോക്കണും എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക. 104 നമ്മളെ നമ്പർ. ഇപ്പം വിളിക്കും പറഞ്ഞു. പാവം കുഞ്ഞപ്പൻ വിശന്നിട്ട് നിൽക്കുക. കറങ്ങി അവൻ്റെ പരിവ് വന്നു. അവസാനം അവൻ പറയാ, ഒരു 7-അപ്പെങ്കിലും മേടിച്ച് തരുമോ? മേടിക്കാലോ, സമയമുണ്ടല്ലോ. ഒരു 7-അപ്പ്. പാവം, ഞാൻ അത്രയല്ലേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് കറങ്ങി തന്നു. അവൻ്റെ കാര്യം നോക്കിപ്പോയി. പിന്നെയും ഞാനിവിടെ പോസ്റ്റ് വരുന്നേ പോകുന്ന ആൾക്കാരെ നോക്കി എണ്ണം എടുത്ത് ഇങ്ങനെ നിൽക്കുക. സത്യം, ബിവറേജ് പോലും ഇത്രയും ക്ഷമ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്നാ പറയാനും, ഇങ്ങനെ കറങ്ങി നിൽക്കുക. ഇപ്പം കിട്ടും. കുറേ നേരമായി. കുഞ്ഞപ്പ അവൻ്റെ ജോലിയിലോട്ട് പോയി, ഞാൻ എൻ്റെ ജോലിയിലോട്ട് വന്നു. ഇവിടെ നിൽക്കുക. അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. സൂപ്പർ കുഴിമന്തിക്കട കേട്ടോ. അതാ ഇത്ര തിരക്ക്, ഒരു രക്ഷയില്ല അവനെ. പിന്നെ എന്നാ പറയാൻ, അവസാനം എൻ്റെ ടോക്കൺ നമ്പർ വിളിച്ചതായിട്ട് എനിക്കൊന്ന് തോന്നി. ഞാൻ മുമ്പോട്ട് ചാടി. ഇല്ല, കടയിൽ നിന്ന് കസ്റ്റമർ വിളിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് സമയത്തൊന്ന് മുങ്ങിയത്. 1 മണിക്ക് വന്ന ഞാൻ 2 മണിയാവാൻ പോകുന്നു. ഇതുവരെയും സാധനം കിട്ടിയില്ല. കുഞ്ഞപ്പം വിശന്നൊരു മൂല കയറി. അവസാനം എൻ്റെ മൊബൈൽ എടുത്ത് വെച്ച് കളിയും തുടങ്ങി. നെറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തത്. അവന് നെറ്റ് ഓണാക്കാൻ അറിയത്തില്ല. കുറേ നേരമായി ഇതൊന്ന് ഓൺ ചെയ്ത് തരുമോ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട്. പാവം അമ്മ ചെയ്തു കൊടുക്കത്തില്ല. കുട്ടികൾ ഫോൺ കണ്ടുകൂടല്ലോ. അങ്ങനെ കറങ്ങി നിൽക്കുക കുഞ്ഞപ്പൻ. അവസാനം അവൻ ലോക്ക് അഴിച്ചു. അവനാരാ മുതൽ ലോക്ക് അഴിച്ചിട്ട് അവസാനം അവൻ്റെ പരിപാടിയിലേക്ക് ഏർപ്പെട്ടു. പിന്നെയും ഞാനിവിടെ പോസ്റ്റാണ്. പിന്നെയും എന്നാ പറയാൻ, കുറച്ച് നേരം ഇങ്ങനെ നിന്നപ്പോൾ ആൾക്കാരെല്ലാം സാധനം മേടിച്ചോണ്ട് പോവുക. എൻ്റെ ടോക്കൺ ആവുന്നില്ല. അപ്പോഴേ 72 ആയുള്ളൂ ടോക്കൺ നമ്പർ. 104 എൻ്റെ. അങ്ങനെ കുറച്ച് കറങ്ങി നിൽക്കുക ഇങ്ങനെ. പിന്നെ കുഞ്ഞപ്പൻ്റെ കുറേ കുറുമ്പും ഇതെല്ലാം കണ്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ അങ്ങ് ദൂരെ. അവസാനം അവൻ നെറ്റ് ഓൺ ചെയ്ത് പരിപാടി അവൻ തുടങ്ങി. എന്നാ ചൂടാ, ഇത്ര മഴ പെയ്ത് ചൂട് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ചൂടാ. അങ്ങനെ കുഞ്ഞപ്പൻ ഫോൺ ലോക്ക് ചെയ്ത് തുറന്നു. എന്നാ തിരക്കാന്നറിയോ ഇവിടെ. ഒരു ഫാമിലി കഴിച്ചിട്ട് പോകുന്നു. ഇതെല്ലാം കണ്ട് പാവം എൻ്റെ കുഞ്ഞപ്പൻ വിശന്ന് കയറി നിൽക്കുക. ഞാൻ ഇപ്പം മേടിച്ചു കൊടുക്കാമെന്നും പറഞ്ഞാൽ കൊണ്ടുവന്നു. പാവം. അങ്ങനെ ബില്ലിതാ 104 ടോക്കൺ നമ്പർ. ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ കോപ്രായങ്ങളായി. അങ്ങനെ ഒരു 7-അപ്പ് കിട്ടി. അതും കൊണ്ട് ഇങ്ങനെ വരുക. പാവം, ചൂടല്ലേ, കുടിക്കട്ടെ. വീടും തണുപ്പേ ഉള്ളൂ, വലിയ തണുപ്പൊന്നുമില്ല, കുഞ്ഞു തണുപ്പ്. അവൻ എന്താ പിന്നെ അവൻ്റെ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടിയാണേ. ഞാനവിടെ ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് പോസ്റ്റായിട്ട് നിൽക്കുക. എവിടെ കിട്ടും. അങ്ങനെ കുറേ ചേട്ടന്മാർ വന്ന് സാധനം മേടിച്ചു പോകുന്നു. ഞാൻ വീണ്ടും അവിടെ നിൽക്കുക. എന്നെ തള്ളിയിട്ട് അപ്പം കയറി പോവുക. എന്നെ തള്ളിയിട്ട് കിട്ടുമായിരിക്കും. കിട്ടുമോ? അങ്ങനെ ഒരു കുഴിമന്തിക്കഥയായി ഇത്. അങ്ങനെ നിൽക്കുക. 2 മണിയാവാൻ പോകുന്നു കേട്ടോ. ആൾക്കാരെല്ലാം വിശന്നു. ഇത്രയും തിരക്ക് ബിവറേജിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. തിരക്കല്ല, ക്ഷമയോടെ കാത്തു നിൽക്കുന്ന ഒരു
സംഭവം തന്നെ കേട്ടോ. ഇത്ര ക്ഷമ, അയ്യോ, അതും വിശപ്പിനോടുള്ള ക്ഷമ. ഇവിടെ വന്നപ്പോഴാണ് അത് മനസ്സിലായത്, വിശപ്പിൻ്റെ ക്ഷമ എങ്ങനെയാണ്. അങ്ങനെ നിൽക്കുക പോസ്റ്റായിട്ട്, ഇപ്പം കിട്ടും. അങ്ങനെ കുഞ്ഞപ്പം ബോറടിച്ച് മൊബൈലിൽ കളിച്ച് തളർന്നിട്ട് ഇതാ പോകുന്നു. കുഞ്ഞപ്പം അവിടെയൊക്കെ കറങ്ങി ഇപ്പം വരാമെന്നും പറഞ്ഞൊരു പോക്ക് പോയതാ. അവിടെ എല്ലാം വായി നോക്കി ഇരിക്കുക. അങ്ങനെ ഒരു ടോക്കൺ നമ്പർ വിളിച്ചതായിട്ട് എനിക്ക് തോന്നി. ദേ 1:45 സമയം. ഓ, ഒരു ടോക്കൺ വിളിച്ചു, ഒരു നമ്പർ. ആ നമ്പർ എനിക്ക് തെറ്റിപ്പോയി. ഞാൻ കരുതി എൻ്റെതായിരിക്കും എന്ന് പറഞ്ഞ് ഇടിച്ചുള്ള കുട്ടി അങ്ങോട്ട് കയറിച്ചത്. അവർ പറഞ്ഞു നിൻ്റെ ആയില്ല, അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തു. ചമ്മി, ആരും കണ്ടില്ല, കൂടെ നിന്ന ആരും കണ്ടില്ല. ഞാൻ തിരിഞ്ഞു നോക്കി, ശശിയാ. അയ്യോ, ഞാൻ നിൽക്കുക പോസ്റ്റായിട്ട്. ഇപ്പം തരുമായിരിക്കും. കിട്ടുമോ? അങ്ങനെ സാധനം കിട്ടി. വണ്ടി എടുത്തപ്പോൾ വണ്ടി ഇറക്കാൻ ഒരു വഴിയില്ല, മൊത്തം ബ്ലോക്കാണ്. പിന്നെ കുഞ്ഞപ്പ സാറ് പുറകിൽ കയറി സൈഡ് പറയാൻ കയറിയതാണ് സാറ്. സൈഡ് പറഞ്ഞ് ദൈ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടി. ആ ഗ്യാപ്പിലോട്ട് നമ്മൾ കയറ്റുക. അങ്ങനെ വണ്ടി വഴിയിലോട്ട് എടുത്തപ്പോഴാണ് വിശന്ന് നിൽക്കുക. അതിൻ്റെ ഇടയിലാണ് ഒരു ചേട്ടായി വന്നിട്ട് പറയുക, ഈ റംബൂട്ടാനുണ്ട് ഒരു കവർ 100 രൂപ. അത് മേടിക്കാനൊന്നും നിന്നില്ല, വണ്ടിയെടുത്ത് അപ്പോഴേ വിട്ടു. വണ്ടിയെടുത്ത് ഇതേ റംബൂട്ടാൻ ചേട്ടൻ. അങ്ങനെ അവളും കയറി ഇതേ വണ്ടി എടുത്തു നേരെ വീട്ടിലോട്ട്. അതാ വീട്ടിൽ വന്നു. കുഴിമന്തി പൊട്ടിച്ച് വെച്ച് എല്ലാവരും കൈ കഴുകാൻ പോയേക്കുക. നല്ല ചൂട് ഇപ്പോഴും പറക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ വന്നു, അച്ഛൻ കൈ കഴുകുന്നു. അമ്മ അവിടെ ഇരിപ്പുണ്ടേ. അമ്മയ്ക്ക് ഒരു ചെറിയ കണ്ണിൻ്റെ ഓപ്പറേഷനെ കഴിഞ്ഞിരിക്കുക. അമ്മ മന്തി കഴിക്കത്തില്ല, അമ്മയ്ക്ക് ബിരിയാണി സെപ്പറേറ്റ് മേടിച്ചായിരുന്നു. അങ്ങനെ കുഴിമന്തി പൊട്ടിച്ചിട്ട് കുഞ്ഞപ്പൻ പരിപാടി കാട്ടി. അവൻ താ പകുതിയാക്കുക പരിപാടി. ഇപ്പം തകർക്കുമെന്നും പറഞ്ഞ് നിൽക്കുക. ഇപ്പോൾ അങ്ങനെ കുഴിമന്തി, പകുതി ബീഫ്, പകുതി ചിക്കൻ എല്ലാം പൊട്ടിച്ചടി തുടങ്ങി. അവന് മയോനസ് വേണ്ട, ആ മയോനസ് അച്ഛൻ തന്നെ. അമ്മ സാധാ ബിരിയാണി കഴിക്കുക. പിന്നെ ഞാൻ കുഴിമന്തി തട്ടുവാണേ.